कृष्णचंद्र भगवान की जय। व्यास भगवान की जय। ഇന്നലെ നമ്മള് മഹാഭാരത കഥയില് ക്ഷവനം ചെയ്ത് വരുന്നതായിട്ട് കണ്ടു. ഒരു 2-3 ക്ലാസ് കൂടി നമുക്ക് അറിഞ്ഞുകൂടാത്ത കുറച്ചുപേരെ നമുക്ക് പരിചയപ്പെടേണ്ടി വരും. അപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ആരാണോ സർപ്പസത്രത്തിന് വേഗം കൂട്ടിയത്, അതേമാതിരി സർപ്പസത്രത്തിൽ അനേകം സർപ്പങ്ങളെ രക്ഷിക്കുകയും ഒരു വ്യക്തി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അറിഞ്ഞൂടാത്ത കുറച്ച് കഥാപാത്രങ്ങളെയും കൂടെ നമ്മൾ പരിചയപ്പെടണം. എങ്കിലേ നമുക്ക് ആ ഒരു കഥ പൂർണ്ണമായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയാണ് നമ്മൾ പറയുന്നത്. ഏകദേശം 2 ക്ലാസ്സും കൂടെ കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷത്തിന്റെ അടുത്തെത്തും. അത് മുതലാണ് പിന്നെ കൂടുതലായിട്ട് ചൂടുപിടിച്ച കഥകളൊക്കെ തന്നെ. ഇതും ചൂടുപിടിച്ചതാണ്. എങ്കിലും നമുക്ക് പലരുടെയും പേരുകൾ വളരെ പരിചിതമല്ലാത്തത് കൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചാലേ നമുക്കത് മനസ്സിലാവും. അപ്പൊ ഇന്നലെ ച്യവനൻ പിറക്കുകയുണ്ടായി. അപ്പൊ ഇനി അതിനുശേഷം എന്തുണ്ടായെന്ന് നമുക്ക് നോക്കാം. നമ്മളെ പ്രമതിയിൽ നിന്ന് ഘൃതാജിയുടെ കഥയും, അതിൽ നിന്ന് രുരു ഉണ്ടാവുന്നതും, അതിൽ നിന്ന് ശുനകൻ ഉണ്ടാവുന്നതും ഓടിച്ചെന്ന് പറയണ്ടായി. അത് ഒരല്പം കൂടെ ഒന്ന് വിസ്തരിച്ച് പറയാം. അപ്പൊ ഈ അധ്യായത്തിന്റെ പേര് പ്രമദ്വാര സർപ്പദംശം എന്ന അധ്യായം. അപ്പൊ ച്യവനൻ വളർന്ന് വിവാഹപ്രായം എത്തേണ്ടായി. സുകന്യയെ ച്യവന ഋഷി കല്യാണം കഴിച്ചു. സുകന്യയെ വേൾക്കുകയുണ്ടായി. കാലാന്തരത്തിൽ പ്രമതി എന്ന അതുല്യനായ ഒരു പുത്രൻ സുകന്യയ്ക്കും ച്യവനനും ഉണ്ടായി. ഈ പ്രമതി അപ്സരസായ ഘൃതാജിയില് രുരു എന്ന മകനെ ജനിപ്പിക്കേണ്ടായി. അപ്പൊ രുരു വളരെ ധർമ്മിഷ്ഠനാണ്. ബ്രാഹ്മണ തേജസ്സോടുകൂടി ജീവിക്കുകയുണ്ടായി. അങ്ങനെ കാലാന്തരത്തിൽ രുരുവിന് ഭാര്യ പ്രമദ്വരയിൽ ജനിച്ചതാണ് ശുനകൻ എന്ന് പറയുന്നത്. രുരുവിന് പ്രമദ്വരയിൽ ജനിച്ചതാണ് ശുനകൻ എന്ന് പറയുന്ന മഹാവ്യക്തി. അപ്പോ ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ശുനകൻ പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ടാണ് ആ ശുനകൻ വരണേ. അപ്പൊ ഈ ശുനകൻ മഹാതാത്വിയും യശസ്വിയുമായി വളരെ ഉണ്ടായി. അപ്പൊ ഇനി നമ്മൾ രുരുവിന്റെയും പ്രമദ്വരയുടെയും കഥയാണ് നമ്മളൊന്ന് കൂടുതലായിട്ട് കാണുന്നത്. ഒരല്പം കൂടെ മുന്നോട്ടും പോകുന്നുണ്ട് കഥയില്. ആരാണ് ആ രുരു? പ്രമതിയിൽ ഘൃതാജി എന്ന അപ്സരസിൽ കിട്ടിയ രുരു, പ്രമദ്വര, ഇവരെ രണ്ടുപേരുടെയും കഥയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അവിടെ ഒരു ആശ്രമം ഉണ്ടായിരുന്നു, സ്ഥൂലകേശ എന്ന മഹർഷിയുടെ ആശ്രമം. അക്കാലത്ത് വിശ്വാവസു എന്ന ഗന്ധർവൻ മേനകയില് ഒരു പെൺകുട്ടിയെ ജനിപ്പിക്കേണ്ട. ഈ ഗന്ധർവൻ എന്ന് പറഞ്ഞാൽ അവർക്ക് സാധാരണ റൂൾസ് റെഗുലേഷൻസ് ഒന്നുമില്ല. ആരോട് ഇഷ്ടം തോന്നുന്നോ, അത് അപ്സരസ് ആണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, അവരുമായിട്ട് കാമിക്കുകയും അതിന് പുത്രൻ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം സന്താനങ്ങൾ. എന്നാൽ ഗന്ധർവശ്രേഷ്ഠൻ, ഗന്ധർവരാജനായ വിശ്വാവസു എന്ന ഗന്ധർവൻ മേനകയുമായിട്ട് രമിക്കുകയും അതിൽ നിന്ന് ഒരു പെൺകുട്ടി ഉണ്ടാവുകയും ചെയ്തു. പൊതുവെ അപ്സരസുകളെല്ലാം അങ്ങനെ മാതൃവാത്സല്യത്തോടുകൂടി പിന്നെ അതിനെ തിരിഞ്ഞു നോക്കാറില്ല. എപ്പോഴും അതിനെ ഉപേക്ഷിച്ചിട്ടായിരിക്കും പോണേ.
അപ്പൊ ഈ കുട്ടിയെ കിട്ടിയാലോ, ഈ കുഞ്ഞിനെ കിട്ടിയാലോ, ഈ പെൺകുഞ്ഞിനെ എന്താ ചെയ്യാ? അപ്പൊ അതിന്റെ അടുത്ത് സ്ഥൂലകേശ എന്ന ഋഷിയുടെ ആശ്രമ അന്തരീക്ഷത്തിൽ കൊണ്ടുവച്ചിട്ട് മേനക തിരിച്ചു പോകണ്ടായി. ആ ഋഷി വന്ന് ഈ കുഞ്ഞിനെ നോക്കുകയും അതിസുന്ദരിയായ ആ കുഞ്ഞിനെ അദ്ദേഹം സ്വന്തം കുഞ്ഞായിട്ട് വളർത്തുകയും ചെയ്തു. വളരെ മനോഹരിയായ ആ കുഞ്ഞായതുകൊണ്ട് അതിന് പ്രമദ്വര എന്ന നാമം നൽകി സ്വന്തം കുഞ്ഞായിട്ട് വളർത്തി. കുഞ്ഞ് വളർന്നു, ഒരു നല്ല രീതിയിൽ വളർന്നു. വളരെ കൗമാരപ്രായമായപ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ രുരു പ്രമദ്വരയെ കാണുവാൻ ഇടയാവുകയും എങ്ങനെയെങ്കിലും പ്രമദ്വരയെ കല്യാണം കഴിക്കണം എന്ന് ആശിക്കുകയും ചെയ്തു. തൻ്റെ സ്നേഹിതനോട് പറഞ്ഞ് പ്രമദ്വരയുടെ അച്ഛനുമായിട്ട് സംസാരിച്ച് ഒടുവിൽ വിവാഹം നിശ്ചയിച്ചു. ഒരു ദിവസം കൂടെ ഉള്ളൂ വിവാഹത്തിന്. എന്നാൽ പ്രമദ്വരയും മറ്റുള്ള സഖികളുമായിട്ട് പുറത്ത് അങ്ങിങ്ങ് ചുറ്റിത്തിരയാൻ പോയിക്കൊണ്ടിരിക്കുക. എല്ലായിടവും പോയി അങ്ങിങ്ങ് ചുറ്റിത്തിരിയാണ്. അറിയാതെ മലർന്നു കിടന്ന ഒരു പാമ്പിനെ ചവിട്ടുണ്ടായി. ആ നിമിഷം ആ പാമ്പ് പ്രമദ്വരയെ ദംശിക്കുകയും അതിൻ്റെ മഹാവിഷം കാരണം പ്രമദ്വര ബോധരഹിതയായി മരിക്കുകയും ചെയ്തു. അപ്പോ അങ്ങിങ്ങ് ചുറ്റിത്തിരിയൽ, ഭർത്തൃവിരഹം, അങ്ങിങ്ങ് ചുറ്റിത്തിരിയൽ, അന്യഗൃഹവാസം, പകലുറക്കം, ഇത് നാലും സ്ത്രീകൾക്ക് അമംഗളങ്ങൾ നേരിടുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത്. 4 കാര്യങ്ങൾ. ഒന്ന് ഭർത്തൃവിരഹം. അപ്പൊ ഭർത്തൃവിരഹമായി കഴിഞ്ഞാൽ ചില അമംഗളങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ളത് കൊണ്ട് എപ്പോഴും ഭാര്യ ഭർത്താവിനോട് കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവണം. ഭർത്താവിന് കൂടെ വേണം ജീവിക്കാൻ എന്നാ പറയുന്നത്. അല്ലെങ്കിൽ അമംഗളം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നാ പറയുന്നത്. ഭർത്തൃവിരഹം, പകലുറക്കം. അല്ലെ, നാരീജനങ്ങൾ പകൽ ഒരുപാട് ഉറങ്ങുകയാണെങ്കിൽ കൂടുതലായിട്ട് തമോ ഗുണവും അതേമാതിരി ശാരീരികമായിട്ടുള്ള അഭിവാഞ്ഛ കൂടുകയും ചെയ്യുന്ന ആഗ്രഹങ്ങൾ ഒരുപാട് വരും എന്നാ പറയുന്നത്. തൃഷ്ണയുടെ ആധിക്യം കൂടുമെന്നാ പറയുന്നത്. അപ്പൊ പകലുറക്കവും അമംഗളങ്ങൾ സംഭവിച്ചേക്കാം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് മൂഡ് ഔട്ട് ഉണ്ടാവും. ഒരുപാട് ഉറങ്ങുന്നവർക്കൊക്കെ പെട്ടെന്ന് ദേഷ്യം ഉണ്ടാവും. ഒരു മന്ദീ ഭവിച്ചിരിക്കും ബുദ്ധിയെല്ലാം. അപ്പൊ പകലുറക്കവും അതേമാതിരി അമംഗളം ഉണ്ടാവും. പിന്നെ അന്യഗൃഹവാസം, അതും അമംഗളങ്ങൾ നേരിടും. കഴിവതും അവരവരുടെ ഗൃഹങ്ങളിൽ തന്നെ വസിക്കുന്നതാണ് നല്ലത്. അതോടൊപ്പം തന്നെ അങ്ങിങ്ങ് ചുറ്റിത്തിരിയൽ, അല്ലെ, ഒരു നിയന്ത്രണവും ഇല്ലാതെ അങ്ങിങ്ങ് ചുറ്റിത്തിരിയൽ, ഈ 4 കാരണങ്ങൾ കൊണ്ട് അമംഗളങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇവിടെ പ്രമദ്വര സഖികളുമായിട്ട് അങ്ങിങ്ങ് ചുറ്റിത്തിരിയാൻ തുടങ്ങി. അറിയാതെ, സ്വബോധം ഇല്ലാതെ കാലുകൊണ്ട് ഒരു പാമ്പിനെ ചവിട്ടുകയും ആ പാമ്പ് കടിക്കുകയും ചെയ്തു. ആ നിമിഷം ബോധരഹിതയായിട്ട് മരിക്കുകയും ചെയ്തു. അവിടെയുള്ള പല മുനിമാരും ഓടിക്കൂടി അവരെല്ലാം വിലപിച്ചു. അല്ലേ, ഈ സമയത്ത് രുരു തന്റെ ഭാര്യയാവാൻ പോകുന്നവളെ കണ്ടിട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ തന്റെ ഭാര്യയാവും. അല്ലെ, സഹിക്ക വയ്യാതെ രുരു അവിടെ വിട്ട് പോവുകയുണ്ടായി. അങ്ങനെ പല സ്ഥലങ്ങളും രുരു അലഞ്ഞു തിരിഞ്ഞ് ഒടുവില് കാട്ടിലെത്തേണ്ടായി. ഇനി ഈ അധ്യായത്തിന്റെ പേര് പ്രമദ്വാര ജീവനം എന്നാണ്. അങ്ങനെ കാട്ടിലെത്തേണ്ടായി. പലതും പുലമ്പി നടന്നൊടുവിൽ കൊടുങ്കാട്ടിലെത്തിയ രുരു ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ തപസ്സും ദാനവും ഗുരുസേവയും ശരിയായ വിധത്തിൽ അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രാണവല്ലഭ ജീവനോടെ എണീക്കട്ടെ, തൊഴുത് പറയണ്ടായി. ഈ സമയത്ത് അവിടെ ഒരു അശരീരി ഉണ്ടായി. അല്ലേ, ഒരു ഉപദേശമൊക്കെ കിട്ടി. എന്തിനാണ് ഇങ്ങനെ കരയണേ? ഓരോരുത്തരും ജനിക്കുന്ന സമയത്ത്
മരണവും പേറിയാണ് വരുന്നത്. മരിക്കുന്ന സമയത്ത് ജനനവും പേറിയാണ് വരുന്നത്. മരിക്കുകയും ജനിക്കുകയും ചെയ്യണ്ട എങ്കിൽ ആ ജനന മരണങ്ങൾക്ക് അപ്പുറമായ ഒരു അവസ്ഥയിലേക്ക് എത്തണം എന്നൊക്കെ ഉപദേശം കൊടുത്തു. ഈ സമയത്ത് ആരാണ് എന്നൊരു ചോദിക്കുന്ന സമയത്ത് അവിടെ ദേവദൂതൻ പ്രത്യക്ഷപ്പെടും. രുരുവിന്റെ വിഷമൊന്നും മാറിയില്ല, കണ്ണീർ വാർത്തുകൊണ്ടേയിരുന്നു. ഒടുവില് ഈ ദേവദൂതൻ ഒരു സൂത്രം പറയേണ്ട ഒരു ഉപായം ദേവന്മാർ ഉപയോഗിക്കുന്ന സൂത്രമാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ താങ്കൾക്ക് ഭാര്യയായിട്ട് വരുന്നവൾ ഇനിയും ജീവിക്കും എന്ന് പറയണ്ടായി. രുരുവിന്റെ മുഖത്ത് വെട്ടണ്ടായി. ചോദിച്ചു, എന്താണ് ആ ഉപായം? അത് വേറൊന്നുമല്ല, താങ്കളുടെ ആയുർദൈർഘ്യത്തിന്റെ പകുതി ആ മരിച്ചു കിടക്കുന്ന ആ കന്യകയ്ക്ക് ദാനം നൽകിയായി തീർച്ചയായും പ്രമദ്വരെ എണീക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അത് നമ്മൾ വിചാരിച്ചാൽ പറ്റില്ല, ഇത് യമധർമ്മൻ തന്നെ വിചാരിക്കണം. അങ്ങനെ അവര് രണ്ടുപേരും ചേർന്ന് അവരുടെ സിദ്ധിയാല് യമധർമ്മനെ ചെന്ന് കാണുകയും യമധർമ്മനോട് കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു. അതിനുശേഷം രുരു പറഞ്ഞു, ഭഗവൻ, എന്റെ പകുതി ആയുർദൈർഘ്യം എന്റെ ഭാര്യയാവാൻ പോകുന്നവർക്ക് കൊടുക്കണം. അങ്ങനെ തഥാസ്തു എന്ന് യമധർമ്മനും അനുഗ്രഹിച്ചു. അങ്ങനെ തിരിച്ചു വന്നപ്പോ എങ്ങനെയാണോ അതീവ ഗാഠനിദ്രയിൽ നിന്നും ഉണർന്നത് മാതിരി പ്രമദ്വര അവിടെ ഉണർന്നിരിക്കുന്നതായിട്ട് കണ്ടു. ശേഷം രണ്ട് പിതാക്കളും അവരവരുടെ പിതാക്കൾ തമ്മിൽ നിശ്ചയിച്ച് നിശ്ചിത മുഹൂർത്തത്തില് അവര് വിവാഹം കഴിക്കുകയും ചെയ്തു. അങ്ങനെ താമരയിതകൾ പോലുള്ള കണ്ണുകളും താമര പോലെയുള്ള മൃദുലമായ മേനിയും ഉള്ള പ്രമദ്വരയെ ഒരു സ്വന്തമാക്കി. പക്ഷെ അന്ന് മുതല് രുരുവിന് സർപ്പത്തിനോട് ദേഷ്യം തുടങ്ങി അല്ലെ. ഒരു വ്രതമെടുത്തു രുരു, ദിവസവും ഇത്ര പാമ്പിനെ കൊന്നിരിക്കും ഞാൻ എന്ന് പറഞ്ഞൊരു വ്രതം എടുക്കാൻ തുടങ്ങി. അപ്പൊ പാമ്പിന്റെ ഗതികേട്, നേരത്തെ സർപ്പസത്രം, ഇനി അടുത്തത് ആ പാമ്പിന് വേണ്ടി അടുത്ത അടിച്ചു കൊല്ലാൻ ഒരാള്, ഇനി പാമ്പിന്റെ അമ്മ, പാമ്പുകളുടെ അമ്മ ഒരു ശാപം കൊടുത്തു. അതൊക്കെയാണ് നമ്മൾ വരുന്നത്. എങ്ങനെയാണ് കണക്ട് ചെയ്ത് വരുന്നതെന്നാണ്. അപ്പൊ ഒരു സർപ്പഹിംസ വ്രതം ഏറ്റെടുത്തു. ഒരു കമ്പും എടുത്ത് രാവിലെ പോകും, ഒരു നിശ്ചിത സമയത്ത് ഇത്ര പാമ്പിനെ കൊല്ലും. അങ്ങനെ പല പാമ്പുകളെയും കൊന്ന് ഒടുവിലെ നാട്ടിൽ പാമ്പ് തീരാറായപ്പോ അടുത്ത അദ്ദേഹം കാട്ടിലേക്ക് കടക്കേണ്ടായി. അങ്ങനെ ഒരു വടിയുമായി പല സ്ഥലങ്ങൾ അന്വേഷിച്ചു നോക്കിയപ്പോ അവിടെ ഒരു ഡുണ്ടുഭം കിടക്കുകയാണ്. എന്താ ഈ ഡുണ്ടുഭം എന്ന് പറഞ്ഞാൽ? പാമ്പിനെ പോലെ തന്നെ ഉണ്ടാവും, ചേര എന്ന് പറയും മലയാളത്തില് അല്ലെ. പാമ്പിനെ പോലെ അത് കൊത്തി വിഷം തീണ്ടി കൊല്ലില്ല ചേര. ചേര കടിക്കാറുണ്ടെങ്കിലും പാമ്പിന്റെ അത്ര വിഷമല്ല അത്. അപ്പൊ ചേര ഇങ്ങനെ കിടക്കെ, ഒരല്പം വയസ്സായിട്ടുണ്ട്, വേറെ ഒന്നും നോക്കിയില്ല, വടി കൊണ്ട് ആഞ്ഞടിക്കാൻ പോയപ്പോ ആ ചേര സംസാരിക്കാൻ തുടങ്ങി. അങ്ങ് നിർത്തണേ, എന്തിനാണ് എന്നെ കൊല്ലണമെന്ന് ചോദിച്ചു. ഉടനെ തന്നെ ഒരു കൊല്ലാനുള്ള ഉദ്യമം നിർത്തി വെച്ചിട്ട് പറഞ്ഞു, നിന്റെ വംശജര് അതിലൊരാളാണ് എനിക്ക് ഇത്രയും സങ്കടമുണ്ടാക്കിയതും എന്റെ വല്ലഭയെ കടിച്ചു കൊന്നതും. അതുകൊണ്ട് ഞാൻ ഒന്നിനെയും വെറുതെ വിടില്ല, നിന്നെയും വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് പിന്നെയും കൈ ഓങ്ങി ഉടനെ പറഞ്ഞു, ഞാൻ ചേരയാണ്, പാമ്പല്ല അല്ലേ, എനിക്ക് ആരെയും കൊത്തി കൊല്ലാൻ പറ്റില്ല, അതുകൊണ്ട് അങ്ങ് ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടണമെന്ന് പറഞ്ഞു. അപ്പൊ പാമ്പൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടപ്പോ ഒരു വളരെ കാര്യമായിട്ട് ചിന്തിച്ചു. സാധാരണ മനുഷ്യനല്ല കേട്ടോ, ഒരു ചേരയുടെ ഇത്തരത്തിലുള്ള ഭാഷണം രുരുവിന് ഏതോ മുനിയാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. ചോദിച്ചു, നീ എങ്ങനെ ഇവിടെ വന്നു അല്ലേ, നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണമല്ലോ, മനുഷ്യർ സംസാരിക്കുന്ന പോലെയൊക്കെ, ആരാണ് നീ എന്ന് ചോദിച്ചു. അങ്ങനെ ഡുണ്ടുഭം തന്റെ കഥ പറയാൻ തുടങ്ങി. ഞാന് സഹസ്രപാദൻ എന്ന് പേരുള്ള ഒരു മുനിയാണ്, പക്ഷെ ബ്രാഹ്മണ ശാപം കൊണ്ട് ഞാൻ ഇങ്ങനെയായി മാറിയതാണ്. അടുത്ത ഡുണ്ടുബ ശാപമോക്ഷ അധ്യായത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പൊ ഡുണ്ടുബൻ കഥ പറഞ്ഞു. ചേര പറയാണ്, എനിക്ക് ഒരു സ്നേഹിതൻ ഉണ്ടായിരുന്നു.
ആ സ്നേഹിതന്റെ പേര് ഖഗമൻ. അദ്ദേഹം മഹാബ്രാഹ്മണനായിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും പഠനം, പാഠനം, യജനം, യാചനം, ദാനം, പ്രതിഗ്രഹം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മഹാബ്രാഹ്മണനാണ്. അതിൽ യജിക്കുന്ന സമയത്ത് എനിക്ക് വളരെ കുസൃതി തോന്നിയിട്ട് ദർഭപ്പുല്ലുകൾ കൊണ്ട് മെടഞ്ഞുകൊണ്ട് ഒരു വലിയൊരു പാമ്പിനെ ഉണ്ടാക്കിയിട്ട് സ്രുവത്തിന്റെ അടുത്ത് വെച്ചിരുന്നു അല്ലെ. അദ്ദേഹം ആചമനമെല്ലാം കഴിഞ്ഞിട്ട് സ്രുവം എടുക്കുന്ന സമയത്ത് ഇത് എടുക്കുമ്പോൾ അദ്ദേഹം പേടിക്കുമല്ലോ എന്ന് വെച്ചിട്ട് ഒരു കളിയായിട്ട് ആ ബ്രാഹ്മണനെ ഒന്ന് വിഷമിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷെ അതാ മനഃപൂർവ്വമല്ല, തന്റെ സ്നേഹിതനാണല്ലോ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. അങ്ങനെ ഇദ്ദേഹം ആചമനവും ചെയ്ത് എല്ലാം കഴിഞ്ഞ് നെയ്യ് കോരി എടുക്കുവാനായി സ്രുവം എടുക്കുന്ന സമയത്ത് ആ ദർഭ കണ്ടുണ്ടാക്കിയ പാമ്പിനെ എടുത്തു നോക്കി. ഉടനെ തന്നെ അത് യഥാർത്ഥ പാമ്പാണെന്ന് വിചാരിച്ച് പേടി കൊണ്ട് അപ്പോഴേ ആ ബ്രാഹ്മണൻ ബോധം കെട്ട് നിലംപതിച്ചു. വെള്ളമെല്ലാം കൊടുത്ത് ഏൽപ്പിച്ചു. ശേഷം അത് സാധാരണ പാമ്പല്ല, അത് വന്നിട്ട് തന്നെ കളിയാക്കാനായി കൊണ്ടുവരുന്നതാണ് എന്ന് മനസ്സിലാക്കിയ ബ്രാഹ്മണന് കോപം ഇരച്ച് അത്ര സമയം കൊണ്ട് സ്നേഹിതനായിരുന്ന ആ മുനിയെ ശപിക്കുകയുണ്ടായി അല്ലെ. ആ മുനിയുടെ അടുത്ത് പറഞ്ഞു, വെറും ഒരു ഡ്യൂപ്ലിക്കേറ്റ് പാമ്പ് അല്ലെ, ഒറിജിനൽ പാമ്പല്ല, ഇങ്ങനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പാമ്പ് കാണിച്ചിട്ട് എന്നെ നീ ഇങ്ങനെ പേടിപ്പിച്ചത് കൊണ്ട് നീ പാമ്പല്ലാത്ത ഒരു ചേരയായിട്ട് മാറട്ടെ എന്നൊരു ശപം കൊടുത്തു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് അല്ലെ. അപ്പൊ രുരു പറഞ്ഞു, അങ്ങനെ എത്ര കാലം ഇങ്ങനെ ഉണ്ടാവും? അപ്പൊ രുരു വളരെ സന്തോഷത്തിൽ പറഞ്ഞു, പ്രമതിക്ക് രുരു എന്ന വിശുദ്ധനായ സന്തതിയുടെ സാമീപ്യ നിമിത്തം എനിക്ക് മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞു. എൻ്റെ എല്ലാ മംഗളകരങ്ങളായ ശരീരഭാഗങ്ങളും തുടിക്കുന്നുണ്ട്. അപ്പൊ അങ്ങ് രുരു അല്ലേ എന്ന് ചോദിക്കേണ്ടായി. അങ്ങനെ രുരു ആണെന്ന് പറഞ്ഞ ഉടനെ തന്നെ ഡുണ്ടുഭിക്ക് മോക്ഷം കിട്ടി അല്ലെ, പഴയ മുനിയായിട്ട് മാറി. അതിനുശേഷം ആ മുനി പറഞ്ഞു കൊടുത്തു, അങ്ങ് ബ്രാഹ്മണനാണ് അല്ലെ, അപ്സര സ്ത്രീയിൽ വന്നതാണെങ്കിലും ഏകദേശം ഗന്ധർവനോളം ശക്തിയും അങ്ങനെയുള്ള ഗുണങ്ങൾ ഉണ്ട് എങ്കിൽ അങ്ങ് ബ്രാഹ്മണനാണ്. ക്ഷത്രിയർ ചെയ്യുന്ന ധർമ്മം അങ്ങ് ചെയ്യാൻ പാടില്ല. മാ ഹിംസ്യാത് സർവഭൂതാനി, ഒരു ജീവിയെയും ഹിംസിക്കരുത് എന്നതാണ് മതം. ശാസ്ത്രോക്തി അനുസരിച്ച് ഒരു ജീവിയെയും അങ്ങ് ഉപദ്രവിക്കാൻ പാടില്ല അല്ലെ. അങ്ങനെ ഉപദേശം കൊടുക്കേണ്ടായി. അപ്പൊ ഇങ്ങനെ ഈ ആ പാമ്പിനെയൊക്കെ കൊന്ന്, അതൊക്കെ ക്ഷത്രിയരാണ് ഇതൊക്കെ ചെയ്യണേ. എന്തെങ്കിലും ഉപദ്രവമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ അടിച്ചു കൊല്ലുന്നതും അതിനെ ഹനിക്കുന്നതൊക്കെ ക്ഷത്രിയരാണ്. അങ്ങ് ബ്രാഹ്മണനായതുകൊണ്ട് ഈ കർമ്മം ചെയ്യാൻ പാടില്ല. എന്തിനേറെ പറയുന്നു, ക്ഷത്രിയർ പോലും അല്ലെ. ഉടനെ ഈ ഒരു മുനി ജനമേജയനെ കോട്ട് ചെയ്ത് പറഞ്ഞു. എന്തിനേറെ പറയുന്നു, ജനമേജയൻ യജ്ഞത്തിലൂടെ സർപ്പങ്ങളെ ഹിംസിക്കേണ്ടായി, ക്ഷത്രിയനാണ്. അന്ന് ഭയം പൂണ്ട സർപ്പവംശങ്ങളെയെല്ലാം തപോദൃഢനായി ആസ്തിക ബ്രാഹ്മണൻ സർപ്പസത്രത്തിലെത്തി രക്ഷപ്പെടുത്തിയ കാര്യം ഓർത്താൽ കൊള്ളാം അല്ലെ. ഇവിടെ ആസ്തിക ബ്രാഹ്മണനാണ് സർപ്പസത്രത്തിലെത്തി പാമ്പുകളെയൊക്കെ, പിന്നെ ബാക്കിയുള്ള പാമ്പുകളെയൊക്കെ രക്ഷിക്കേണ്ടായി എന്ന് പറയണം. അപ്പൊ ഈ ആസ്തികനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരണത്. അപ്പൊ പെട്ടെന്ന് തന്നെ ഇപ്പൊ ആദ്യം പറഞ്ഞു ബ്രാഹ്മണൻ രക്ഷിക്കുന്നവനാണ്, ശിക്ഷിക്കുന്നവനല്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അങ്ങ് ഒരു ബ്രാഹ്മണനാണ്, ആസ്തിക ബ്രാഹ്മണന് ഈ പാമ്പുകളെയൊക്കെ രക്ഷിച്ചു. ആ കഥ അങ്ങ് ഓർത്താൽ കൊള്ളാന്ന് പറഞ്ഞു. അപ്പൊ സർപ്പസത്ര പ്രസ്താവന നടത്തുണ്ടായി. ഉടനെ രുരു പറഞ്ഞു, ജനമേജയൻ എങ്ങനെയാണ് പാമ്പുകളെ കൊല്ലണ്ടായത്? ആരാണ് ഈ ആസ്തികൻ എന്നൊക്കെ ചോദിക്കുകയാണ്. ഉടനെ തന്നെ ആ മുനി പറഞ്ഞു, എനിക്കത് പറയുവാനുള്ള ശക്തിയില്ല, അങ്ങയുടെ പിതാവ് തന്നെ അങ്ങേക്ക് പറഞ്ഞു തരും എന്ന് പറഞ്ഞിട്ട് ആ മുനി ആ നിമിഷത്തിൽ അപ്രത്യക്ഷനായിട്ട് മാറേണ്ടായി. അങ്ങനെ അച്ഛനായ പ്രമതി ആസ്തിക ബ്രാഹ്മണന്റെ കഥ പറഞ്ഞു കൊടുക്കുന്നതാണ് അടുത്ത അധ്യായം. അദ്ദേഹം പെട്ടെന്ന് തന്നെ ബോധം കെട്ട് വീഴുകയും കുറെ സമയം കഴിഞ്ഞതിന് ശേഷം എഴുതിക്കുകയും ആ മുനി പറഞ്ഞ കാര്യം ആലോചിച്ച് വീട്ടിൽ ചെന്ന് അച്ഛനായ പ്രമതിയോട് ആസ്തിക ബ്രാഹ്മണനെ കുറിച്ച് ചോദിക്കുകയും ചെയ്തു. എങ്ങനെയാണ് ആസ്തിക ബ്രാഹ്മണൻ, ആരാണ്, എങ്ങനെയാണ് അദ്ദേഹം ജനമേജയന്റെ സർപ്പസത്രം നിർത്തിവെച്ചത് അല്ലെ, അതിന് കാരണഭൂതനായത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിക്കേണ്ടായി. അങ്ങനെ അടുത്ത കഥ ആസ്തിക ബ്രാഹ്മണന്റെ കഥയാണ്. ആസ്തിക ബ്രാഹ്മണൻ ജരൽ കാരു
ഈ ജരൽക്കാരുവിന്റെ മകനാണ് ആസ്തിക ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് ജരൽക്കാരു ആരാണെന്ന് പഠിക്കാം. ജരൽക്കാരു ആസ്തിക മുനിയുടെ പിതാവാണ്. അദ്ദേഹം വിവാഹം കഴിക്കുന്നതിന് മുമ്പേ വിവാഹത്തിന് വലിയ താല്പര്യമൊന്നുമില്ല. എല്ലാ ദേശാടനങ്ങളും ഇങ്ങനെ ചെയ്ത് വളരെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ജരാൽക്കാരു. അങ്ങനെ ഈ ജരാൽക്കാരു ഇങ്ങനെ പല സ്ഥലങ്ങളും സന്ദർശിച്ച് തീർത്ഥാടനങ്ങളെല്ലാം കഴിഞ്ഞിങ്ങനെ വരുന്ന വഴിയില് ഒരു മലയിടുക്ക് എത്തിയപ്പോ 2-3 പേര് തല കീഴായി തൂങ്ങി നിൽക്കുന്നത് കണ്ടു. അദ്ദേഹം ഓടി ചെന്ന് ചോദിച്ചു, അങ്ങ് ആരാണ്, എന്തിനാണ് ഇങ്ങനെ തൂങ്ങി നിന്ന് തപസ് ചെയ്യാണോ എന്നൊക്കെ ചോദിച്ചു. ഉടനെ അവരൊക്കെ പിതൃക്കളായിരുന്നു. ആ പിതൃക്കള് പറഞ്ഞു, സന്താനരാഹിത്യ നിമിത്തം ഇങ്ങനെ നമ്മൾ അധപ്പതിച്ചതാണ്. കാരണം നമ്മുടെ കുടുംബത്തില് ജരാൽക്കരു എന്ന് പറയുന്ന വിഡ്ഢി, അവൻ വിവാഹം കഴിക്കാതെ സന്താനമില്ലാതെ ജീവിക്കാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വ്യഥ നമുക്ക് വന്നു ചേർന്നു. അപ്പൊ ജരാൽക്കാരുവിന് തന്നെ മനസ്സിലായി ഇത് തന്റെ പിതൃക്കളാണ് എന്ന് മനസ്സിലായി. ഉടനെ തന്നെ അവരെ തൊഴുതിട്ട് പറഞ്ഞു, നിങ്ങളുടെ മോക്ഷത്തിന് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോ തങ്ങളുടെ തന്നെ ആളാണെന്ന് തിരിച്ചറിഞ്ഞ പിതൃക്കൾ പറഞ്ഞു, എത്രയും വേഗം ഒരു വിവാഹം കഴിക്കുക, സന്താനത്തിനെ സൃഷ്ടിക്കുക, ആ നിമിഷം നമുക്ക് മുക്തി ഉണ്ടാവും. ഇപ്പൊ ജരാൽക്കാരു സമ്മതിച്ചു. ശരി, എന്നാ പിന്നെ ആരാ എനിക്ക് നിർധനനായ എനിക്ക് ആരാ പെണ്ണ് തരിക അല്ലെ, കന്യകയെ തരിക? എങ്കിലും എനിക്കൊരു നിർബന്ധമുണ്ട്, എന്റെ പേരിനെ പോലെ അതേ സാമ്യമുള്ള ഒരുവളായിരിക്കണം. ആ പേര് ജരാൽക്കാരു എന്ന പേരുള്ള ഒരു സ്ത്രീയെ ഞാൻ എന്തായാലും വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പിതൃക്കൾ പറഞ്ഞു, എന്നാൽ പിന്നെ അന്വേഷിച്ചോളൂ. ഭൂമി മുഴുവനും അന്വേഷിക്കേണ്ടായി. ജരാൽക്കാരു എവിടെയാണ് അല്ലെ, തന്റെ വധുവിനെയും തേടി നടക്കുകയാണ്. പലയിടവും നോക്കി, ഈ വധുവിനെ കണ്ടു കാണാത്തത് കൊണ്ട് ഒടുവില് നിബിഡ വനത്തിലേക്ക് എത്തി. അങ്ങനെ പിതൃക്കളെയൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അടുത്തത് 50 ഇതില് പറയുന്നു, വാസുകി സോദരി പരിണയം അടുത്ത അധ്യായത്തിൽ പറയുന്നു. അങ്ങനെ ജരാൽക്കാരു ഭാര്യയെ തേടി ഭൂമിയിൽ അലഞ്ഞൊടുവിൽ വനത്തിലെത്തി. പിതൃവാക്യമോർത്ത് 3 പ്രാവശ്യം കന്യക ഭിക്ഷ യാചിച്ചു. ഉറക്കെ എനിക്ക് കന്യക വേണമെന്ന് പറഞ്ഞു. ഈ സമയത്ത് അവിടെ സർപ്പരാജനായ വാസുകി അവിടെ എത്തി. അപ്പൊ വാസുകി പറഞ്ഞു, എന്റെ അനുജത്തിയുടെ പേരും ജരാൽക്കാരു എന്നാണ്. എന്നാൽ പിന്നെ ഞാന് എന്റെ ഭഗിനിയെ നിനക്ക് വിവാഹം കഴിച്ചു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ പ്രസ്തുത മുഹൂർത്തത്തില് ഈ ജരാൽക്കാരു വാസുകിയുടെ ഭഗിനിയായ ജരാൽക്കാരുവുമായിട്ട് വിവാഹം കഴിച്ചു. 2 പേരുടെയും പേര് ജരാൽക്കാരു എന്നാണ്. അപ്പൊ വാസുകി ഇത് വെറുതെ കൊടുത്തതാണോ വാസുകിയുടെ ഭഗിനിയെ? അതിലും കുറച്ച് തന്ത്രങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. അങ്ങനെ വാസുകിയുടെ ഭഗിനിയെ വിവാഹം കഴിച്ചു. എങ്കിലും വാസുകി എന്തിനു കൊടുത്തു ഇനിയാണ് നമ്മൾ പറയുന്നത്. അത് മാതൃശാപ പ്രസ്താവം. അതില് മാതൃശാപം, മാതാവ് തന്നെ ശാപം കൊടുത്തു എന്നാണ്. അത് നമുക്ക് പറയാം. ഇപ്പൊ കുറച്ച് കഥകളായിട്ട് നമ്മൾ പോകാം. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് പറയാണ്. പണ്ട് സർപ്പങ്ങളെ അമ്മ കദ്രു എല്ലാവരെയും ജനമേജയന്റെ യാഗാഗ്നിയിൽ വീണു മരിക്കട്ടെ എന്ന് ശപിക്കണ്ടായി. അപ്പൊ അവിടെ ഒരു ശാപം നേരത്തെ തന്നെ ഈ നാഗങ്ങൾക്ക് കിട്ടേണ്ടായി. ഈ നാഗങ്ങളിലുള്ള ആരാണ്? വാസുകിയും. അപ്പോ കദ്രുവിന്റെ കഥയില് എന്തോ ഒരു കാര്യത്തില് സർപ്പങ്ങളെല്ലാം ജനമേജയന്റെ സത്രത്തില് യജ്ഞത്തില് വീണ് വെന്തുപോയി മരിക്കട്ടെ എന്ന് ശപിക്കണ്ടായി. ഈ ഒരു കഥ നമുക്കിനി നാളെയോ മറ്റന്നാളോ ഒക്കെ പറയേണ്ടി വരും. ഇതൊന്ന് ചുരുക്കത്തിൽ പറയണം. അടുത്ത ക്ലാസ് അതിനെ നമ്മൾ വിസ്തരിച്ച് പറയും. ആ ശാപമുക്തിക്ക് വേണ്ടിയാണ് വാസുകി തന്റെ സഹോദരിയെ ജരൽക്കാരുവിന് നൽകിയത്. അപ്പൊ വാസുകി ഇതെല്ലാം കണക്ക് കൂട്ടിയിരിക്കുകയായിരുന്നു. കാരണം ജരൽക്കാരുവിൽ നിന്ന് ഒരു മകൻ ഉണ്ടാവും അല്ലെ,
അവരുടെ പുത്രനാണ് ആസ്തികൻ. അപ്പൊ ജരൽക്കാരും കൂടെ ചേർന്നാലേ, വാസുകിയുടെ അനുജത്തി ജരാൽക്കാരും കൂടെ ചേർന്നാലേ ഈ ആസ്തികൻ വരുള്ളൂ എന്ന് വാസുകിക്ക് അറിയാം. അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് ഈ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ വെന്ത് വെണ്ണീറാവാതിരിക്കുവാൻ വേണ്ടി തന്റെ ഭഗിനിയെ വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. അതിൽ നിന്ന് ആസ്തികൻ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ജരൽക്കാരുവിന് സന്താനം ഉണ്ടായപ്പോൾ പിതൃക്കൾക്ക് മോക്ഷം കിട്ടുകയും ചെയ്യേണ്ടായി. അതാണ് കഥ. അതിനുശേഷം, ഈ കഥ പറഞ്ഞതിന് ശേഷം ഇതിനെ ഒന്ന് വിസ്തരിച്ച് പറയാൻ തുടങ്ങി. എങ്ങനെയാണ് ശാപം കിട്ടിയെന്ന് ഈ നാഗങ്ങൾക്ക്. അതാണ് നമ്മൾ ഇനി പറയാം. സർപ്പോത്യ ഉൽപ്പത്തി എന്ന് പറയും. ദക്ഷന്റെ സഹോദരികളായ കദ്രുവും വിനതയും. ഈ കദ്രുവും വിനതയും കശ്യപ ഋഷി വിവാഹം കഴിച്ചു, കശ്യപ പ്രജാപതി. അപ്പൊ കശ്യപ പ്രജാപതി രണ്ടുപേരെയും അനുഗ്രഹിച്ചു അനേക കാലങ്ങൾ കൊണ്ട്. അപ്പൊ കദ്രു പറഞ്ഞു, എനിക്ക് 1000 മഹാശക്തരായ സർപ്പങ്ങളെ വേണം എന്ന് അനുഗ്രഹിക്കുകയുണ്ടായി, ചോദിക്കുകയുണ്ടായി. കശ്യപൻ തഥാസ്തു അനുഗ്രഹിച്ചു. ഉടനെ തന്നെ വിനത പറഞ്ഞു, എനിക്ക് അതിലും ശക്തരായ 2 കുട്ടികൾ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കാലാന്തരത്തിൽ കദ്രുവിന്റെ ഗർഭത്തിൽ നിന്ന് 1000 മുട്ടകൾ പുറത്തു വന്നു. വിനതയുടെ ഗർഭത്തിൽ നിന്ന് 2 മുട്ടകളും പുറത്തു വരേണ്ടായി. ഏറെക്കുറെ കഥകളൊക്കെ നമുക്ക് അറിയാമെങ്കിലും ഒന്ന് ഓടിച്ചു പോവാണ്. അപ്പൊ കദ്രുവിന്റെ 1000 മുട്ടകള് ജോലിക്കാരെല്ലാം സൂക്ഷിച്ച് ഏകദേശം 500 വർഷം അതിന്റെ കൂടെ ഇരുന്ന് എല്ലാവരും പുറത്തു വന്നു. ആ മുട്ട പൊട്ടിച്ച് പുറത്തു വന്നു അതിശക്തരായ 1000 നാഗങ്ങൾ, സർപ്പങ്ങൾ. അപ്പൊ വിനതയ്ക്ക് വലിയ ഒരു ഉദ്വേഗമായി, അല്ലെ? എന്താ കാര്യം? സപത്നിയിൽ ഇത്രയും കുട്ടികളുണ്ടായി, എന്നാൽ എനിക്കൊന്നും കുട്ടി ഉണ്ടായില്ലല്ലോ. വളരെ ഉദ്വേഗത്തോടു കൂടി ആ 2 മുട്ടയില് 1 മുട്ട തല്ലി പൊട്ടിച്ചു. കഷ്ടം. അതിൽ നിന്ന് അർദ്ധകായനായ മഹാശക്തനായ തേജസ്സോടുകൂടിയ ഒരു പുത്രൻ പുറത്തു വന്നു. കാരണം ഇനിയും ഒരു 500 വർഷം കൂടെ വേണം ആ പുത്രൻ പൂർണ്ണമായ കായത്തിലെത്താൻ. അമ്മയെ ശപിച്ചുകൊണ്ട് തന്നെ പുറത്തു വന്നു. എന്തിനാണ് അമ്മ രണ്ടുപേരും തമ്മിൽ മത്സരിക്കണേ? അതിന്റെ പേരിൽ എന്നെ ഇങ്ങനെ ആക്കിയല്ലോ, അല്ലേ? അർദ്ധകായനാക്കിയല്ലോ എന്ന് പറഞ്ഞ അമ്മയെ ശപിച്ചിട്ട് അങ്ങ് പോകണ്ടായി. എന്താ ശാപം? ഇനി 500 വർഷം വിനതയുടെ ദാസിയായിട്ട് ജീവിക്കുക. അടുത്ത ഒരു മുട്ടയുണ്ട്, അത് 500 വർഷം കഴിഞ്ഞ് പൊട്ടിച്ചോളൂ. അതിൽ നിന്ന് അതിശക്തിമാൻ പുറത്തു വരും. ആ സമയത്ത് അമ്മയെ ആ ദാസ്യത്തിൽ നിന്നും അവൻ മോചിപ്പിക്കും എന്ന് പറഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ അരുണൻ നേരെ തിരിച്ചുപോയിട്ട് ഒടുവില് സൂര്യദേവന്റെ തേരോടിക്കുന്ന തേരോട്ടിയായിട്ട് മാറേണ്ടായി അരുണൻ. അതിനുശേഷം കദ്രു. ഇനി അടുത്ത കദ്രുവിന്റെ വിനതയുടെയും കഥയാണ്. രണ്ടുപേരും ഒരു സമയത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ പാലാഴി മഥനത്തിൽ നിന്നും, അപ്പൊ ഈ കഥ ഇവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത നമുക്ക് പാലാഴി മഥനത്തിനെ കുറിച്ച് പറയാം. പാലാഴി മഥനം നമുക്ക് രാമായണത്തിലുണ്ട്, ഭാഗവത്തിലുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ പറയണ്ടായി. അപ്പൊ ഇതിലും പാലാഴി മഥനം നടക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ദിവ്യമായ കാര്യങ്ങളെല്ലാം ഉയർന്നു വന്നു, അല്ലെ? എന്തൊക്കെ ഉയർന്നു വന്നു? ഐരാവതം വന്നു, ദേവേന്ദ്രൻ എടുത്തു, ഉച്ചൈശ്രവസ് വന്നു, അല്ലെ? വളരെ സുന്ദരമായ വെള്ള കുതിരയാണ് ഉച്ചൈശ്രവസ്. അതോടൊപ്പം പലതും ഉയർന്നു വന്നു. അതിനുശേഷം അപ്പൊ ഉച്ചൈശ്രവസ് നമ്മുടെ മനസ്സിൽ വെച്ചേരാ. ഇനി ഉച്ചൈശ്രവസിന്റെ പുറകെയാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പൊ അതിനു മുമ്പായിട്ട് മഹാഭാരതത്തിൽ പറയുന്നു, അമൃതം കൊണ്ട് അമൃതകുംഭവുമായിട്ട് ധന്വന്തരി മൂർത്തി പുറത്തു വന്നു. അതിനുശേഷം അസുരന്മാര് അതിനെ മോഷ്ടിച്ചുകൊണ്ട് പോയി. അതിനുശേഷം പിന്നെയും മോഹിനി മൂർത്തി അത് തിരിച്ചെടുത്ത് അവരെയൊക്കെ ചതിച്ച് ദേവന്മാർക്ക് തന്നെ അമൃതം വിളമ്പുണ്ടായി, അല്ലെ? ഈ സമയത്ത് അമൃതം കുടിച്ച് ദേവന്മാരെല്ലാം ശക്തിയായി. ഒടുവിൽ അസുരനും ദേവന്മാരും ഭയങ്കരമായ യുദ്ധം, കൊടുമ്പിരിക്കൊണ്ട യുദ്ധം എന്ന് തന്നെ പറയട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം. ഈ സമയത്ത് അവിടേക്ക് നരനാരായണ ഋഷികളും വരേണ്ടായി. അങ്ങനെ നാരായണ ഋഷി തന്റെ സുദർശന ചക്രം കൊണ്ട്
അനേകം പേരെ കൊന്നു തള്ളാൻ തുടങ്ങി അല്ലെ. കണ്ടത്തിലും മാലയും സ്വർണവും ഒക്കെ ആ തലകളെല്ലാം ഇങ്ങനെ തെറിച്ചു പോകാൻ തുടങ്ങി അസുരന്മാരുടെ. അതിനുശേഷം നരനാരായണ ഋഷിയിൽ നരൻ വന്നിട്ട് അദ്ദേഹത്തിന്റെ വില്ല് കൊണ്ട് അവിടെയുള്ള ഓരോ അസുരന്മാരെയും ഹനിക്കേണ്ടായി. അവിടെ സംഹാര താണ്ഡവം തന്നെ നടത്തി അസ്ത്രം കൊണ്ട്. എല്ലാവരും ഭയചകിതരായിട്ട് ഓരോ സ്ഥലങ്ങളിൽ ഓടിപ്പോകണ്ടായി. ഒടുവില് ദേവന്മാര് അവിടെ വിജയിക്കേണ്ടായി. ഇനിയും അമൃതം കയ്യിൽ വെച്ചോണ്ടിരുന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് ഈ അമൃതം നരന്റെ കയ്യിൽ ഏൽപ്പിച്ചു, നരനാരായണ ഋഷി. ആ നരനാണ് അർജുനനായിട്ട് വരുന്നത് അല്ലെ. ആ നാരായണനാണ് ഭഗവാനായിട്ട് വരുന്നത്, ഈ ഭഗവത്ഗീത പറയാനായിട്ട് പാർത്ഥസാരഥി. ഈ സമയത്ത് നരന്റെ കയ്യിൽ വെച്ചു. കാരണം നരൻ വളരെ അതിശക്തനാണ്, പോരാളി ആയതുകൊണ്ട് ആരും ഇനി നരനിൽ നിന്ന് എടുക്കില്ല എന്ന് വിചാരിച്ച് നരന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടായി. അങ്ങനെ പാലാഴി മഥനം എല്ലാം കഴിഞ്ഞതിന് ശേഷം, ഞാൻ ഇതൊക്കെ ഒന്ന് ചുരുക്കി പറയല്ലോ, ഇതൊക്കെ നമുക്ക് അറിയാവുന്നുള്ളത് കൊണ്ട്. പാലാഴി മഥനത്തിന് ശേഷം ആ കദ്രുവും വിനതയും രണ്ടാമത് വരികയാണ് ഈ കഥയിൽ, മഹാഭാരതത്തില്. അങ്ങനെ ഒരിക്കൽ കദ്രുവും വിനതയും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങ് ഉച്ചൈശ്രവസിനെ സമുദ്ര തീരത്ത് കണ്ടപ്പോ പെട്ടെന്ന് തന്നെ കദ്രുവിന് വളരെ ബുദ്ധി തോന്നിയിട്ട് പറഞ്ഞു, കുറച്ച് ബുദ്ധി, കുശാഗ്ര ബുദ്ധിയാണ്. ആ ഒരു ഉച്ചൈശ്രവസിന്റെ വാല് കറുത്തതാണ് എന്ന് ഞാൻ പറയുന്നു. വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദാസ്യം വയ്ക്കാം. ആരാണ് ഇതിൽ ജയിച്ചാൽ അവര് 500 വർഷത്തേക്ക് ദാസ്യാവുമെന്ന് പറഞ്ഞു അല്ലെ. ഈ സമയത്ത് വിനത പറഞ്ഞു, നോക്കാം, നാളെ രാവിലെ തന്നെ നോക്കാം. അപ്പോ പിറ്റേ ദിവസം രാവിലെ ആവുന്നതിന് മുൻപേ തന്നെ കദ്രു തന്റെ 1000 നാഗങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ ഒരു വാത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ നാളെ ഉച്ചൈശ്രവസിന്റെ കുതിരയുടെ വാലില് നല്ല രീതിയിൽ കറുത്ത നിറത്തിൽ കിടക്കാൻ പറഞ്ഞു അല്ലെ, അല്ലെങ്കിൽ ഞാൻ ദാസിയായി പോകട്ടോ എന്ന് പറഞ്ഞു. പക്ഷേ ഈ നാഗങ്ങൾ 1000 കേട്ടില്ല. അസൂയപ്പെടെ ഒരുപാട് നാഗങ്ങളുണ്ട്. ഈ നാഗങ്ങൾ പറഞ്ഞു, എന്തിനാണ് ആവശ്യമില്ല ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്, അവരവരുടെ കാര്യം നോക്കി മിണ്ടാതിരുന്നാൽ പോരെ. അവര് ഒരു രീതിയിലും അത് സഹകരിച്ചില്ല. ആ നിമിഷം കദ്രു അവരെയൊക്കെ ശപിച്ചു. നേരത്തെ പറഞ്ഞ ശാപം എന്താണ്? നിങ്ങളെ എല്ലാവരും എന്റെ വാക്ക് കേൾക്കാത്തത് കൊണ്ട് തീർച്ചയായും ആ നിഷ്പാപനായ ജനമേജയന്റെ സർപ്പസത്രത്തിൽ നീയൊക്കെ വെന്തു ചാവട്ടെ എന്ന് പറഞ്ഞു അല്ലെ. ഒരു ശാപം കൊടുത്തു. ഈ ശാപാന്തരത്തിൽ ബ്രഹ്മാവ് നേരിട്ട് അവിടെ വന്നു, ആകട്ടെ നല്ലത് തന്നെ അല്ലെ. കദ്രുവിനോട് പറഞ്ഞു, ഈ ശാപം അനിവാര്യമാണ്. ഒരുപാട് സർപ്പങ്ങളും പാമ്പുകളും ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഭീഷണിയാണ്. അതുകൊണ്ട് ആ കുലം മുടിയുന്നത് ഒരു പരിധിവരെ നല്ലതാണ്. അതിനുശേഷം കശ്യപനോടും പറഞ്ഞു, സമാധാനിപ്പിച്ചു അല്ലെ. കാരണം മരീചിയിൽ നിന്ന്, ബ്രഹ്മാവിൽ നിന്ന് മരീചിയിൽ നിന്ന് കശ്യപൻ, ആ കശ്യപൻ സമാധാനിപ്പിച്ചു. കുഴപ്പമില്ല, ഇതൊക്കെ വിധിവിഹിതമായിട്ട് വരുന്നതാണ്, നീ സന്തോഷമായിട്ട് ഇരിക്കെ എന്ന് പറഞ്ഞതിന് ശേഷം ബ്രഹ്മാവ് ആർക്കും അറിഞ്ഞുകൂടാത്ത വിദ്യ പറഞ്ഞു കൊടുത്തു. വിഷത്തിൽ നിന്ന് ഒരാളെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. എത്ര കഠോരമായ വിഷം കടിച്ച ഒരു വ്യക്തിയാണെങ്കിലും ആ വിഷത്തിൽ നിന്ന് ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സൂത്രം ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ എത്ര കൂടിയ വിഷത്തിൽ നിന്നും ഒരു വ്യക്തിയെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. ആ ഒരു വിഷവിദ്യ ബ്രഹ്മദേവൻ കശ്യപന് പഠിപ്പിച്ചു കൊടുത്തു. എന്തെങ്കിലുമൊക്കെ കൊടുത്ത് തൃപ്തിയാക്കണ്ടേ അല്ലേ. ദദാതി, എന്തെങ്കിലും കൊടുക്കണം സമാധാനപ്പെടുത്താനായിട്ട്. അപ്പൊ ഇവർക്കെല്ലാം വലിയ വിഷമായി. എന്ത് ചെയ്യാനാണ് അല്ലെ. വാസുകിയും മറ്റുള്ളവർക്കെല്ലാം വിഷമായി. ശപിച്ചത് വേറെ ആരുമല്ല, മാതൃശാപമാണ്. അത് ഉറപ്പായിട്ട് ഫലിക്കും അല്ലെ. മാതൃശാപം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് ഫലിക്കും. അതുകൊണ്ട് എന്തെങ്കിലും രീതിയിൽ ഇതിനൊരു പ്രതിവിധി ഉണ്ടാവണമല്ലോ എന്ന് വിചാരിച്ചിട്ട്, എന്നാ പിന്നെ അങ്ങനെ തന്നെ ചെയ്ത് കളയാന്ന് വിചാരിച്ചു പിറ്റേ ദിവസം രാവിലെ ആ കുതിരയുടെ വാലില് ഇവരെല്ലാം ചുറ്റിപ്പിണഞ്ഞു കിടന്നു. ശേഷം വിനത അടുത്ത ദിവസം രാവിലെ കദ്രുവുമായിട്ട് ദൂരെ നിന്ന് നോക്കിയപ്പോൾ അത് കറുത്ത വാലായിട്ട് തോന്നുകയും താൻ അവിടെ പരാജയപ്പെട്ടതായിട്ട്, വെളുത്തതാണെന്ന് പറഞ്ഞപ്പോൾ അത് കറുത്തതായിട്ട് തോന്നുകയും അങ്ങനെ താൻ പരാജയപ്പെടുകയും ഒടുവിൽ അനേക കാലം ദാസിയായിട്ട് ജീവിക്കുകയും ചെയ്ത കഥയാണ്. അങ്ങനെ ദാസിയായിട്ടിരിക്കുന്ന സമയത്ത് ഏകദേശം 500 വർഷം കഴിഞ്ഞു. ആ സമയത്ത് അതിൽ നിന്നും ഒരു വലിയ ശബ്ദത്തില് ആ മുട്ട ഏകദേശം 1000 വർഷം എടുത്തു.
ആ മുട്ട പൊട്ടി അതിഭയങ്കരമായ തേജസ്സും ശക്തിയും കൊണ്ട് അതിൽ നിന്ന് ഗരുഡൻ പുറത്തേക്ക് വരേണ്ടായി. ഈ ഗരുഡൻ പുറത്ത് വന്നുടനെ അങ്ങോട്ട് പറക്കാൻ തുടങ്ങി. ആ ഗരുഡന്റെ തേജസ് കൊണ്ട് എല്ലാ ദേവന്മാരും അഗ്നിയോട് പറഞ്ഞു, അങ്ങ് ഇത്രയും തപിക്കരുത് അല്ലെ. സൂര്യനോടും അഗ്നിയോടും പറഞ്ഞു, ഇത്രയും തപിക്കുന്നത് എന്തിനാണ്? ആൾക്കാർക്കെല്ലാം ചൂടടിച്ചു തുടങ്ങി, തപനം ചെയ്തു തുടങ്ങി, ഇതൊന്ന് കുറയ്ക്കോ എന്ന് ചോദിച്ചു. അപ്പൊ അഗ്നിദേവനും സൂര്യദേവനും കൂടെ പറഞ്ഞു, ഇത് നമ്മുടെ കാര്യമല്ല, വേറെ ഒരുത്തൻ വന്നിട്ടുണ്ടല്ലേ, അദ്ദേഹത്തിന്റെ അതിഭയങ്കരമായ തേജസ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കണേ. എന്നാൽ നിങ്ങളൊന്നും പേടിക്കണ്ട. അവരെല്ലാം ഈ വരുന്ന വ്യക്തി ദേവന്മാരെ തന്നെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്, നമുക്ക് എല്ലാവരും അദ്ദേഹത്തിനോട് പോവാം എന്ന് പറഞ്ഞ് എല്ലാവരും ചേർന്ന് ഗരുഡനോട് പറഞ്ഞു, അങ്ങയുടെ തേജസ്സിനെ ഒന്ന് കുറയ്ക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഗരുഡൻ തേജസ്സിനെ കുറയ്ക്കേണ്ടായി. നേരെ ബ്രഹ്മലോകത്തിലാണ് പോയത്. പറന്ന് മുട്ട പൊട്ടിച്ചിട്ട് ആദ്യം പറന്നത് ബ്രഹ്മലോകത്തിലാണ്. അവിടെ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് വിശക്കണ് വല്ലതും തരുമെന്ന് ചോദിച്ചു. കാരണം 1000 വർഷം മുട്ടക്കകത്ത് ഇരിക്കാണ് അല്ലേ. അപ്പൊ ഇങ്ങനെയാണ് ആ കഥകളെല്ലാം വരുന്നത്. അതിനുശേഷം അമ്മയുടെ അടുത്ത് പോയി. ആദ്യം സൂര്യലോകത്തിൽ പോയിട്ട് അരുണനെയും എടുത്ത് ചുമലിലേക്ക് താങ്ങിയിട്ട് നേരെ അമ്മയുടെ അടുത്തെത്തി. അമ്മയോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു. ആ സമയത്ത് ദാസിയായിട്ടുള്ള വിനതയോട് കദ്രു പറയുണ്ടായി, നമുക്ക് രമണക ദ്വീപിന് പോണം, അവിടെ നല്ലൊരു ദ്വീപമുണ്ട്, ആ രമണക ദ്വീപിലേക്ക് പോണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെയും എൻ്റെ കുട്ടികളെയും കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ദാസിപ്പണി ചെയ്യുന്ന സമയത്ത് തൻ്റെ അമ്മയും ദാസി ആയതുകൊണ്ട് താനും ദാസനാണല്ലോ, അതുകൊണ്ട് നാഗങ്ങളെയെല്ലാം ഗരുഡനും ചുമക്കാൻ തുടങ്ങി. അങ്ങനെ രണ്ടുപേരും കൂടെ ചേർന്ന് രമണക ദ്വീപിലേക്ക് പോയി. അവിടെ എല്ലാം കഴിഞ്ഞ് അടുത്ത ദ്വീപിലേക്ക് പോകുവാനുള്ള ഒരു തത്രപ്പാടിലേക്ക് നാഗങ്ങൾ നിൽക്കുന്ന സമയത്ത് അവിടെ അത്ര ഇഷ്ടപ്പെട്ടില്ല ഗരുഡൻ അമ്മയോട് പറഞ്ഞു, അമ്മ നമ്മൾ എന്തിനാണ് ഇവരുടെ അടിമയായിട്ട് ജീവിക്കുന്നത്? അപ്പൊ അമ്മ പഴയ കഥ, വിനത പഴയ കഥയെല്ലാം പറഞ്ഞു കൊടുത്തു. വളരെ ദേഷ്യായി. എങ്കിലും ദേഷ്യമൊക്കെ ഒന്ന് ഉള്ളിൽ വെച്ചിട്ട് ഗരുഡൻ നാഗങ്ങളോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് തന്നാൽ ഈ ദാസ്യത്തിൽ നിന്ന് നമ്മൾ രണ്ടുപേരെയും വിടുവിക്കുമെന്ന് ചോദിച്ചു അല്ലെ. ആ സമയത്ത് നാഗങ്ങളെല്ലാം ആലോചിച്ചു എന്താ വേണ്ടതെന്ന്. ഒടുവിൽ അവരുടെ മനസ്സിലെല്ലാം ലഡ്ഡു പൊട്ടി ഒരേ ഒരു കാര്യത്തിൽ. എന്താണ്? കാരണം ഓൾറെഡി അമ്മ ശപിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ശാപം കിട്ടിയ പ്രകാരം അമൃതം കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ജനമേജയന്റെ യജ്ഞത്തിൽ വീണാലും മരിക്കില്ല അല്ലെ. അങ്ങനെ എന്ത് ചെയ്തു? അവര് പറഞ്ഞു, അമൃത കലശം കൊണ്ടുവന്ന് തന്നാൽ തീർച്ചയായും ഈ ദാസ്യത്തിൽ നിന്നും പുറത്തു വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗരുഡൻ നിമിഷ നേരം കൊണ്ട് പറക്കാൻ തുടങ്ങി. അമൃതം എവിടെ ഇരിക്കണമെന്നും ആലോചിച്ച് കശ്യപനോട് ചെന്ന് പറഞ്ഞു. ആ കശ്യപനോട് ചെന്ന് പറയുന്ന സമയത്ത് ഒരുപാട് വിശപ്പുള്ളത് കൊണ്ട് ഒരുപാട് നിഷാദന്മാരെ വിഴുങ്ങുവാൻ പറഞ്ഞു. അനേകം നിഷാദന്മാരെ വിഴുങ്ങുകയുണ്ടായി. അതിനുശേഷം പിന്നെയും ഈ അമൃതകുംഭം കൈക്കലാക്കുവാൻ വേണ്ടി ഗരുഡൻ ഇങ്ങനെ പറന്ന് വരുന്ന സമയത്ത് ദേവലോകത്തിലുള്ള എല്ലാവരും ചേർന്ന് പടച്ചട്ടകളൊക്കെ അണിയാൻ തുടങ്ങി അല്ലേ. വരുന്ന ആളുമായിട്ട് യുദ്ധം ചെയ്തേ പറ്റുള്ളൂ അല്ലേ. കാരണം അടുത്ത ഗരുഡനാണ് വരുന്നത്. അമൃതം കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അങ്ങനെ ദേവേന്ദ്രനും ദേവകളും എല്ലാവരും കൂടെ ചേർന്ന് ഗരുഡനുമായിട്ട് യുദ്ധം ചെയ്തു. നിമിഷ നേരം കൊണ്ട് ദേവകളെല്ലാം തോറ്റു തുന്നം പാടാൻ തുടങ്ങി. ഒടുവിൽ ഇതൊരു സാധാരണ വ്യക്തിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇന്ദ്രൻ ഗരുഡനുമായിട്ട് സഖ്യം ചേരാൻ തുടങ്ങി. എന്നെ സഖാവായിട്ട് അങ്ങ് സ്വീകരിക്കണം പറഞ്ഞു. ആയിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല, എനിക്ക് അമൃതം വേണം, എൻ്റെ അമ്മയെ ദാസ്യത്തിൽ നിന്ന് രക്ഷിക്കണം. എന്നാ പിന്നെ ഈ അമൃതം പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാവുമല്ലോ ഗരുഡ അല്ലേ എന്ന് പറയണ്ടായി. അത് കുഴപ്പമില്ല, അങ്ങ് എൻ്റെ കയ്യിൽ തന്നാ മതി. അതിനുശേഷം ഞാൻ അവർക്ക് അവിടെ കൊണ്ട് വയ്ക്കുന്ന സമയത്ത് സൂത്രത്തിൽ അങ്ങ് തിരിച്ചെടുത്തോളാൻ പറഞ്ഞു. ആയിക്കോട്ടെ, അപ്രകാരം എന്ന് പറഞ്ഞു. എനിക്ക് അവിടെ കൊണ്ട് കൊടുക്കുന്നത് വരെയുള്ള ഉത്തരവാദിത്വം. ആ ദാസ്യം കഴിഞ്ഞാൽ പിന്നെ അവന്മാരെ ഞാനൊരു പാഠം പഠിപ്പിക്കും അല്ലേ. അങ്ങനെ കണക്ക് എല്ലാം കൂട്ടിയതിനു ശേഷം ഈ ഒരു അമൃത കുംഭവുമായിട്ട് നാഗന്മാരുടെ അടുത്തെത്തി.
അതിനുശേഷം നാഗന്മാർക്ക് വലിയ സന്തോഷം. ശേഷം വെള്ളം കൊടുത്ത് പറഞ്ഞു, ഇനി മുതല് നീ സ്വതന്ത്രയായിരിക്കണു വിനത. അങ്ങനെ അമ്മയെ തിരിച്ചു കിട്ടി. ഗരുഡന് സന്തോഷമായി. ഈ സമയത്ത് നാഗങ്ങൾ എല്ലാവരും ചേർന്ന് സ്നാനം ഒക്കെ നടത്തി, ആഗമനമൊക്കെ നടത്തി ഈ ഒരു അമൃതമൊക്കെ കഴിക്കാൻ വേണ്ടി വരുന്ന സമയത്തിന് മുൻപേ തന്നെ ദേവേന്ദ്രൻ അതുമായിട്ട് സ്ഥലം വിടുകയുണ്ടായി. അവർക്കെല്ലാം വലിയ വിഷമായി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ ഇനി അങ്ങോട്ടുള്ള കഥകള് നമ്മൾ ഇനി നാളെ പഠിക്കും. വളരെ രസകരമായ കഥയാണ് ഗരുഡോൽപ്പത്തിയും ആ ഗരുഡൻ എന്ത് ചെയ്തു, അടുത്തതായി ഗരുഡൻ എങ്ങനെ വിഷ്ണുവിന്റെ വാഹനമായി മാറി. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മൾ പരീക്ഷിത്ത് മഹാരാജാവിന്റെ സമീപത്തിലേക്ക് വരികയാണ്. സർപ്പസത്രത്തിലേക്ക് അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 3 ക്ലാസ്സും കൂടെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് യഥാർത്ഥ കഥയിലേക്ക് വരാം. ഇപ്പൊ നമുക്ക് സമയമായിട്ടുണ്ട്. മംഗളം യാദവേന്ദ്രായ മഹനീയ ഗുണാബ്ദയേ വസുദേവ തനുജായ വാസുദേവായ മംഗളം. ഇപ്പൊ പ്രധാനമായിട്ട് എത്തിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രമദ എങ്ങനെയാണോ പാമ്പ് കടിച്ചു മരിച്ചത് അത് അങ്ങിങ്ങുള്ള അലസമായ ചുറ്റിത്തിരിയലാണ്. അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു സംഗതി, ധർമ്മമനുസരിച്ച് ജീവിക്കുന്ന സമയത്ത് കന്യകമാർ അങ്ങിങ്ങ് ചുറ്റിത്തിരിയാതിരുന്നാൽ വളരെ നന്നായിരിക്കും. അതാണ് ഈ കഥയിൽ നിന്ന് എടുത്തു പറയുന്നത്. ചിലപ്പോ അമംഗളങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ 4 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. പകലുറക്കം, അങ്ങിങ്ങ് ചുറ്റിത്തിരിയൽ, ഭർതൃവിരഹം, പിന്നെയോ പിന്നെന്താ, അന്യഗൃഹവാസം. ഇത് അമംഗളങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ എല്ലാവരും കരുതിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ആ അതൊരു ധർമ്മത്തിന്റെ പാതയും കൂടെയാണത്. അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ ആചരിച്ചാൽ വളരെ നന്നായിരിക്കും. ഈ ഒരു കഥയിൽ നമുക്ക് അതാണ് മനസ്സിലായിട്ടുള്ളത്. ബാക്കിയുള്ള കഥകൾ അടുത്ത ദിവസം നമുക്ക് പറയാം. ഹരേ കൃഷ്ണ.